മക്കള് നമ്മൾ സ്നേഹിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരോട് എല്ലാവിധ അടുപ്പവും ഫ്രണ്ട്ഷിപ്പും എല്ലാം കീപ്പ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒപ്പം മക്കളെ സ്നേഹിച്ച് കൊല്ലാതിരിക്കുക ഇപ്പോഴത്തെ പാരൻസിന് കാണുന്ന ഒരു കാര്യമാണ്. അതായത് മക്കൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കും. മക്കളോട് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയാൻ പറ്റണം. ഒരു കുഞ്ഞ് ഉണ്ടായി വീഴുന്ന അന്ന് മുതൽ ആ കുഞ്ഞ് ആ പാരന്റിനെ പഠിക്കുകയാണ്. അതായത് ആദ്യത്തെ കരച്ചിൽ നമ്മൾ ആ കുട്ടിയെ എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ കരച്ചിൽ അവന്റെ ആവശ്യം നമ്മൾ അവനെ എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ അവനെ തട്ടിക്കൊടുത്ത് അവൻ ഉറങ്ങില്ല, അവനെ എടുത്ത് തന്നെ ഉറക്കണം. അപ്പൊ ഈ പിള്ളേര് നമ്മളെ സ്റ്റഡി ചെയ്ത് അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് നിന്നാല്, അതായത് മോനെ പോലെ, അയ്യോ മോനെ പോലെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം മോന്റെ ഇത് ഞാനിപ്പോ പോവും, എൻ്റെ ഒരു അടിയടിച്ചാ ഞാനിപ്പോ പോവും, മനസ്സിലായി? ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പം മക്കൾക്ക് നമ്മളെല്ലാ കാര്യം അവരെ അറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആള് പറഞ്ഞ് വളരെ കറക്റ്റ് അല്ലേ? എന്തോ ഒരു കാര്യം പറഞ്ഞുകാണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നുകാണ്ട് നമ്മൾ കാര്യങ്ങൾ വിസമ്മതിക്കുന്ന സമയത്തോ അതിപ്പോൾ നടപ്പാവില്ല എന്ന് പറയുന്ന സമയത്തോ മക്കൾ നമ്മളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ മാതിരി തീരെ സ്നേഹമല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഞാൻ നാട് വിടുകയാണെന്ന് നമ്മൾ ഓരോ ന്യൂസായിട്ടും മറ്റ് വിഷയങ്ങളായിട്ടൊക്കെ കാണില്ലേ? നമ്മൾ ചെറുപ്പത്തിലെ എല്ലാ കാര്യത്തിലും ഒരു പരിധി, ഒരു മൂക്കാറ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും മക്കളെ റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലാന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കാര്യം കൈമന്ന് പോകും. ശരി എന്നാൽ.